ഒരു ബഡ്ജറ്റ് പ്രാക്ടിക്കൽ സെഡാൻ വാഹനം നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് വാഹനമാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെഡാൻ വെഹിക്കിളാണ്. അതായത് മാരുതി സുസുക്കിയുടെ ഡിസയർ വാഹനമാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള. 2024 നവംബറിൽ ഇറങ്ങിയ ഈ ഒരു മോഡൽ ഇപ്പോഴും ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് തന്നെ പോകുന്നൊരു സെഡാൻ വാഹനമാണ്. ടാക്സി സെഗ്മെൻറ്റിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഡിസയർ തന്നെയാണ്. അത് ഡിസയർ ടൂർ സെഗ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം, ഇതിൻ്റെ പ്രൈസ്, എങ്ങനെയുണ്ട് ഈ വാഹനം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2024 ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 40,000 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടുതൽ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഡിസയർ വാഹനത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചൊരു ഹിസ്റ്ററി പറയാതെ ശരിയാകത്തില്ല. 2008 ആദ്യത്തെ ഡിസയർ ഇറങ്ങുന്നത്. 2008 തൊട്ട് 2012 വരെയാണ് ഈ ഒരു മോഡൽ നമുക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2012 തൊട്ട് 2017 വരെയാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ വന്നിരുന്നത്. അത് കഴിഞ്ഞ് 2017 തൊട്ട് 2024 വരെയാണ് തേർഡ് ജനറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫോർത്ത് ജനറേഷൻ വാഹനമാണ്. ഈ ഒരു ജനറേഷൻ ഡിസയറാണ്. ഇതിൻ്റെ തൊട്ട് പുറയിലുള്ള ജനറേഷൻ ഡിസയർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ട് പുറയിലത്തെ വാഹനം സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരുപാട് പേർക്ക് അറിയാം, എന്നാൽ അറിയാൻ മേലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു സ്വിഫ്റ്റിൻ്റെ ബാക്കിലോട്ട് ഒരു ബൂട്ട് എടുത്ത് വെച്ചു എന്നുള്ള രീതിയിൽ മാത്രം കൊണ്ടുവന്നിരുന്ന മോഡലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി 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 ഇതിൻ്റെ ഡിസൈൻ ചേഞ്ച് വന്നു, സബ് മീറ്ററായി. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മെയിനായിട്ടൊരു ബെനിഫിറ്റ് പറയാനുള്ളത്. നമുക്ക് ഏതായാലും ഫ്രണ്ട് തൊട്ട് തന്നെ പെട്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയേക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഫുൾ LED ലൈറ്റിങ്സ് ആണ് കിട്ടുന്നത്. ക്രിസ്റ്റൽ ലൈറ്റിംഗ് ആണ് വരുന്നത്. 1, 2, 3, 4, 5, 6 ചേംബറുകളിലായിട്ട് നമുക്ക് റിഫ്ലക്ടർ വരുന്ന LEDs ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊരു പാർക്ക് ലൈറ്റ് അഥവാ ഒരു പൊസിഷൻ ലാമ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് DR കിട്ടുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ZXi മോഡൽ തൊട്ടാണ് നമുക്ക് ഈ പറയുന്ന LED ഹെഡ് ലാമ്പുകൾ കിട്ടുന്നത്. തൊട്ട് താഴെ വന്നാൽ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. മാരുതിയുടെ തന്നെ 2 ഇഞ്ചിൻ്റെ LED ഫോഗ് ലാമ്പ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ ഗാർണിഷും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി എലമെൻറ്റ് പോലത്തെ ഒരു എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ S ലോഗോ കാണാൻ സാധിക്കും. 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമറ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു എയർ ഡാംസ് കാണാൻ സാധിക്കും. ഒരു ചെറിയ ലിപ്പിൻ്റെ ഒരു ഡിസൈനിൽ ഇവിടെ ഫ്രണ്ട് ബമ്പറിനും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു വൈഡ് ഹുഡും കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ലൈൻ ഡിസൈനും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിലത്തെ പോർഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഡ്യുവൽ ടോൺ പ്രിസിഷൻ കട്ട് അലോയ് വീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 185, 65, R16 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഈ ഫെൻഡറിലോ കാര്യങ്ങൾക്കൊന്നും ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല. എല്ലാം നമ്മുടെ ഈ മിറേഴ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ ക്യാമറയും കാണാൻ സാധിക്കും. നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്ന ഇൻഡസ് മോട്ടോഴ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഒരു വലിയ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. റിക്വസ്റ്റ് സ്വിച്ച് ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ താക്കോല് നമ്മുടെ, അതായത് കീ ഫോബ് നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. കീ സിലിണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെയാണ് കീ സിലിണ്ടർ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 mm ആണ്. ഒരു സെഡാൻ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം 163 ഒട്ടും തന്നെ കുറവല്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ റോഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 163 ഒരു മര്യാദയ്ക്കൊന്ന് ചവിട്ടിയൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വരില്ല. അല്ലെങ്കിൽ അടിഭാഗം തട്ടാനുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ സൈഡിലോട്ട് വേറെ ഒന്നും തന്നെ, അതായത് ക്ലാഡിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോർ ബീഡിങ്സ് വേണമെങ്കിൽ വെക്കാം, പക്ഷേ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഓടായിട്ട് തോന്നാനുള്ള ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു B പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് സ്റ്റിക്കേഴ്സാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ കൂട്ടി ഫുൾ ബ്ലാക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബെൽറ്റ് ലൈൻസ് എല്ലാം വരുന്നത് ക്രോം ഫിനിഷ്ഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതെല്ലാം ZXi മോഡൽ തൊട്ടാണ് മെയിലോട്ട് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴോട്ടെല്ലാം ബ്ലാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി സൈഡിലോട്ട് വരുന്ന സമയത്ത് ബ്രേക്ക് ഡ്രം ആണ് നമുക്കിവിടെ ബാക്കിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോരുമ്പോൾ ഈ ഒരു പോർഷൻ തൊട്ട് തന്നെ ടെയിൽ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ട്രിനിറ്റി ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രസമുള്ളൊരു ടെയിൽ ലാമ്പാണ്. പാർക്കും ബ്രേക്കും LED ആണ് വരുന്നത്. റിവേഴ്സും ഇൻഡിക്കേറ്ററും വരുന്നത്
ഹാലജൻ ബൾബ് തന്നെയാണ്. അതും കൂടെ LED ആക്കാമായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റിവേഴ്സ് ബൾബിൽ നിങ്ങളുടെ വാഹനത്തിൽ വെട്ടം കുറവാണെന്നുണ്ടെങ്കിൽ നല്ല വെട്ടം കൂടിയ റിവേഴ്സ് ബൾബ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെറിയൊരു സ്പോയിലർ യൂണിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫ്യൂസർ യൂണിറ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രസത്തിന് വേണ്ടി മാത്രമല്ല, എയറിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. മേളിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കും. റിയർ ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഈ റിയറിലെ ഡിസൈൻ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വെറൈറ്റി ഡിസൈൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ ഒരു പോർഷൻ ഇങ്ങനെ കയറി നിൽക്കുന്ന 2 സൈഡും കാണാൻ നല്ല ഗുമ്മായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു സ്വിച്ച് വരുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലൊരു ലിവറും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 382 ലിറ്ററാണ് വരുന്നത്. ഭയങ്കര ഒരു സ്പേസ് പറയാനില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഈ സെഡാൻ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാധനം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊരു നെഗറ്റീവും കൂടി ഇതിനകത്ത് നമ്മൾ എടുത്ത് പറയുമ്പോൾ രണ്ടും പറയണമല്ലോ. ഇവിടെ ഒരു കവർ കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡിലെ ഡോറ് തൊട്ട് തന്നെ തുടങ്ങാം. ഏതായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാരുതിയുടെ അതേ രീതി തന്നെയാണ്. ഈ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഹാൻഡിലാണെങ്കിലും ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ച് ആ നോബ്സും എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള, വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വാഹനത്തിൻ്റെ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ, ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാം നോർമൽ സ്വിച്ചസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളതും ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഉണ്ട്. ഇവിടെ കുറച്ച് എന്തെങ്കിലും പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഒരു സ്പീക്കറിൻ്റെ യൂണിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. അത് മാനുവലാണ്. ഇത് നമ്മുടെ റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് പൊസിഷൻ എല്ലാം മാനുവലായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് മാരുതിയുടെ അതേ സെയിം സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കിട്ടുന്നത്. സ്വിഫ്റ്റിനൊക്കെ വന്ന സെയിം ടൈപ്പ് തന്നെയാണ്. ക്രൂയിസ് കൺട്രോൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു ZXi പ്ലസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ക്രൂയിസ് കൺട്രോൾ നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസുകളാണ് ഇവിടെ കിട്ടുന്നത്. ഈ തൊട്ട് താഴെയായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഫോണിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വോയിസ് കമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഫോൺ കട്ട് ചെയ്യാനും ഫോൺ എടുക്കാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AC വെന്റ് കാണാൻ നല്ല ക്യൂട്ട് ഒരു ഡിസൈൻ ആണ്. അതുപോലെ തന്നെ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. ഇത് പലരും മാറി യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ നല്ല രീതിക്ക് അല്ലാതെ ഇരിക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ഈ ക്രോമിൻ്റെ എലമെൻറ്റിനൊന്നും കുഴപ്പം വരില്ല. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ വ്യൂ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വാഹനം ഇടയ്ക്ക് ട്രാഫിക്സിലൊക്കെ വരുന്ന സമയത്ത് ഓഫ് ആകണ്ട എന്നുണ്ടെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകുന്നതായിരിക്കും. നോർമലി നമ്മൾ വാഹനം ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആസ് യൂഷ്വൽ നോർമലി ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് തന്നെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആ ഒരു കാര്യത്തിലൊക്കെ പക്ക പാക്ഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്ലസ്റ്റർ മീറ്റർ കാണുമ്പോഴത്തേക്കും നല്ലൊരു ഗുമ്മൻ ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ബ്ലാക്ക് തീം കാണാനാണെങ്കിലും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നീഡിൽസിൻ്റെ ഡിസൈൻ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിനകത്ത് വരുന്ന TFT സ്ക്രീനിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നമ്മുടെ നോർമൽ ആക്സലറേഷൻ, അതായത് ആദ്യം തൊട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണ് കിട്ടുന്നത്, റേഞ്ച് ഇപ്പം ഫ്യൂൽ കുറവായിട്ട് റേഞ്ച് കാണിക്കില്ല. സീറ്റ് ബെൽറ്റ്സിൻ്റെ എല്ലാം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ എത്ര കിലോമീറ്റർ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് ഓരോ ടൈമിങ്സിലുള്ള കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ടൈം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ടോട്ടൽ നമുക്ക് ഐഡിൽ സ്റ്റോപ്പ് എത്ര വരെ കിട്ടിയിട്ടുണ്ട്, എത്ര ഫ്യൂൽ സേവ് ആയിട്ടുണ്ടെന്ന് ഇവിടെ അറിയാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ടൈം വേണമെങ്കിൽ ടൈം കൊടുക്കാൻ സാധിക്കും. ഇനി മോഷൻ സെൻസേഴ്സ്, നമ്മുടെ വാഹനം അനങ്ങുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഗട്ടേഴ്സൊക്കെ ചാടുമ്പോൾ അതിൻ്റെ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ആനിമേഷൻ പോലെ മാത്രം നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അടുത്ത് വരുന്നത് നമ്മുടെ സ്മാർട്ട് പ്ലേ പ്രോ
പ്ലസ് എന്ന് പറയുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. വെഹിക്കിൾ ഇൻഫർമേഷൻ ആണെങ്കിലും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എത്ര കിട്ടുന്നുണ്ടെന്നും അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പം ലൈറ്റ്സ് ഓൺ ഫുട്വെൽ ലൈറ്റ്സ് നമ്മുടെ താഴത്തെ പോർഷനിലുള്ള ലൈറ്റ് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോർ ലോക്സ് ഓൾ ഡോർ ലോക്കും അൺലോക്കും ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ ഡോർ മാത്രം ആദ്യം അൺലോക്ക് ആകണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ ഡോറും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കും. എല്ലാം സെറ്റിങ്സ് നമുക്ക് ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. TPMS കൊടുത്തിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിങ്. ഇത് വാഹനം ഓടുന്ന സമയത്താണ് നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡിസൈൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാരുതി വാഹനമാണെന്ന് തന്നെ തോന്നുന്നില്ല. കാരണം ഈ ഒരു ഡിസൈൻ ഒരിക്കലും ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു ഡിസൈനാണ്. ഒരു വെറൈറ്റി, ഒരു സ്റ്റെപ്പ് ഡിസൈൻ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് AC ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വേരിയൻസിനും കിട്ടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ആദ്യം ഇറങ്ങിയത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ബലീനോ തൊട്ടാണ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഡ്യുവൽ സോണോ കാര്യങ്ങളോ ഒന്നുമല്ല, സിംഗിൾ സോൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ AC-യുടെ പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി, എയർ ഫ്ലോയുടെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയർ ഡീഫോഗർ, ഫ്രണ്ട് ഡീഫോഗർ, ഓട്ടോ AC ആക്കണമെന്നുണ്ടെങ്കിൽ, ഇനി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള പൊസിഷൻ ഫുൾ ഓഫ് ആക്കാൻ വേണ്ടിയുള്ളതുണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് സർക്കുലേഷനും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ USB-യുടെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഓക്സിലറി ഒന്നും അവൈലബിൾ അല്ല, ജസ്റ്റ് USB മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ആണെങ്കിൽ ഇവിടെ ലൈറ്റ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. നമുക്ക് മാരുതി സുസുക്കിയുടെ തന്നെ സെയിം കീ ഫോബാണ് ഇവിടെ കിട്ടുന്നത്. ഇത് പ്രസ് ചെയ്താലും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്കൊരു മാനുവൽ ട്രാൻസ്മിഷനാണ് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും കാണാൻ സാധിക്കും. ബേസ് വേരിയൻറ്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കിട്ടില്ല, നമുക്ക് നോർമൽ ടൈപ്പേ കിട്ടത്തുള്ളൂ, വെറും ബ്ലാക്ക് ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2 USB-A ടൈപ്പും ഒരു C ടൈപ്പ് ചാർജറും കിട്ടുന്നുണ്ട്. പക്ഷേ ആം റെസ്റ്റ് മിസ്സിംഗ് ആണ്, അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഈ സൺവൈസറിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. ഇവിടുത്തെ ഒരു ഗ്ലാസ് എന്തോ അൺഫോർച്ചുനേറ്റ്ലി പോയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നത് ഇതാണ്, ഇവിടെ വരുന്നൊരു സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ ഏതായാലും ആ ഒരു കാര്യം കൂടെ കാണാൻ സാധിച്ചു. ഇനി അതൊരു സിംഗിൾ പെയിൻ സൺറൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. യെസ്, അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ട് വന്നിരിക്കാം. ഏതായാലും ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, ഈ സീറ്റ് കവർ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ മോഡൽസിന് നമുക്ക് നോർമലി ഫാബ്രിക് സീറ്റ്സ് ആണ് കിട്ടുന്നത്. ഫാബ്രിക് സീറ്റ് മാറ്റി നമുക്ക് ഇതുപോലത്തെ മാരുതിയുടെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സീറ്റ് കവേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സീറ്റിൽ എയർ ബാഗ് വരുന്ന ടൈപ്പാണ്, അതായത് 6 എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ സീറ്റ് കവേഴ്സ് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് ഇരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഗ്ലോ ബോക്സിൻ്റെ കാര്യം. അപ്പോൾ ഗ്ലോ ബോക്സ് ഏതായാലും ഒരു കാരണവശാലും എൻ്റെ കാലിലോട്ട് മുട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് ഒന്നുകൂടെ ഇടുകയാണ്. ഓക്കെ, കംഫർട്ടബിൾ ആണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ്. എനിക്ക് AC വെൻ്റ് എൻ്റെ ഭാഗത്തോട്ട് വയ്ക്കാം, ഈ ഒരു AC വെൻ്റ് എൻ്റെ ഭാഗത്തോട്ട് വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം, പക്ഷേ ലൈറ്റ്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഷെയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എടുക്കാൻ സാധിക്കും. പക്ഷേ അതെല്ലാം ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു 9 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡ്രൈവർ സൈഡിലോട്ട് തന്നെയാണ് ഈ ഒരു സൈഡ് ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത്ര ഒരു പോർഷൻ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം, വയർലെസ് ചാർജറും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ ഡിമ്മിങ് അല്ല, ഒരു മാനുവലി ഡിമ്മിങ് ടൈപ്പ് റിയർ വ്യൂ മിററാണ് കിട്ടുന്നത്. പക്ഷേ ഇതും കൂടെ വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആക്കായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. കാരണം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പ്രീമിയം ആക്കിയപ്പം ഇത് മാത്രം മിസ്സായി പോയതുള്ളൊരു തോന്നൽ. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്നിരിക്കാം.
ഓക്കെ, അപ്പോൾ ഇനി ബാക്ക് സൈഡിലോട്ടൊന്ന് ഇരിക്കാം. ഏതായാലും ബാക്ക് സൈഡിലോട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു സീറ്റ് ഞാൻ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടാണ് ഇട്ടതെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അതായത് ഈ ഒരു സീറ്റും ഈ ഒരു സീറ്റിൻ്റെ ഡിസ്റ്റൻസ് കാണുമ്പോൾ അറിയാം. ഇത് ഞാൻ മാക്സിമം ബാക്കിലോട്ട് ഇറക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഈ ചാര് ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ടും എനിക്കിവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. കാല് കുറച്ചുകൂടെ നീട്ടി വെക്കണമെങ്കിൽ ഇതൊരു അല്പം കൂടെ ഫ്രണ്ടിലോട്ട് ആക്കിയാലേ പറ്റത്തുള്ളൂ. എന്നാലും ഞാനിവിടെ ഓക്കെ ആണ്. തൈ സപ്പോർട്ട് നോക്കാനാണെങ്കിൽ ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. കാരണം മാരുതിയുടെ വാഹനത്തിലൊന്നും അങ്ങനെ ഒരു തൈ സപ്പോർട്ടിന് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാറില്ല. ഓൾട്ടോട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ഈ ഒരു വാഹനത്തിൽ കയറിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സൺഷെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നൊരു സജഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ആസിറ്റ് സെയിം ആണ്. ഒരു സ്പീക്കർ മാത്രമാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ ടോട്ടലി 6 സ്പീക്കേഴ്സാണ് കിട്ടുന്നത്. 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 2 റീഡിംഗ് ലാംപ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഈ ഒരു പൊസിഷനിലും ഉണ്ട്, ഈ ഒരു പൊസിഷനിലും നമുക്ക് 2 റീഡിംഗ് ലാംപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സെൻറ്റർ ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഡ്രൈവർ സൈഡ് ആണെങ്കിലും കോ ഡ്രൈവർ സൈഡിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലെനിക്ക് ഒരു നെഗറ്റീവ് കൂടെ പറയാനുണ്ട്. ഇത്രയും വലിയ ഹെഡ് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്ററിലെ വൈഡ് ആംഗിൾ മിറർ വെച്ച സമയത്ത് ഈ ഒരു ഹെഡ് റെസ്റ്റ് കാരണം ബാക്കിലത്തെ ഗ്ലാസ്സുകൾ, ഈ ഒരു ഗ്ലാസ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. അതുപോലെ തന്നെ ഇനി സെൻറ്ററിൽ ഇരിക്കാനുള്ളൊരു അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ല. സാധാരണ ഞാൻ പലപ്പോഴും ആംറസ്റ്റ് വരുന്ന വാഹനങ്ങളുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കുറവ്. ഇതിപ്പോൾ റൈറ്റും ലെഫ്റ്റും വെച്ച് നോക്കുമ്പോൾ സെൻറ്ററിൽ വലിയ കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. ഈ ഒരു ടണൽ വരുന്നുണ്ട് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് 2 സൈഡിലായിട്ട് അപ്പുറം ഇപ്പുറം കാലിട്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സെൻറ്ററിലോട്ട് കാലിങ്ങനെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു റിയർ AC വെൻറ്റ് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മാറ്റി സെറ്റ് ചെയ്യാം. അതിന് ഓഫ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ബാക്കിലത്തേക്ക് വേണ്ടി USB-Aയും USB-C ടൈപ്പ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫോണോ വല്ലതൊക്കെ വെക്കണമെങ്കിൽ വെക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു ആംറസ്റ്റ് കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ട് എഞ്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു കാര്യത്തിലാണ് മെയിനായിട്ട് മാരുതി സുസുക്കി ഡിസയറിൽ മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ, അവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. 3 സിലിണ്ടർ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമല്ല. എന്നാലും പലരുടെയും മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് 3 സിലിണ്ടർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്നൊരു കാര്യമുണ്ട്, 3 സിലിണ്ടർ വാഹനം വലിക്കത്തില്ല, ജെർക്കിങ് കൂടുതലാണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ശരിക്കും ഈ വാഹനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. EGR യൂണിറ്റും അതും ഒരു ലിക്വിഡ് കൂൾഡ് ടൈപ്പ് EGR ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് നമ്മുടെ കൂളൻ്റ് യൂസ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ്, അതായത് ഡ്യുവൽ VVT വരുന്നുണ്ട്, ഡ്യുവൽ ജെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത സമയത്ത് മാറ്റം വന്നിട്ടുണ്ടോ? സാധാരണ ഒരു 3 സിലിണ്ടർ വാഹനത്തിൻ്റെ അതേ രീതി തന്നെ ആണോ? നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു എൻജിൻ സീരീസ് വരുന്ന Z സീരീസ് എൻജിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 എൻജിൻ ഓപ്ഷൻസിലാണ് ഈ ഒരു വാഹനം കിട്ടുന്നത്. 2 എൻജിൻ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും 2 ഫ്യൂൽ ഓപ്ഷൻസിലാണ് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത്. ഒരു പെട്രോൾ വേരിയൻറ്റും ഒരു CNG വേരിയൻറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഗിയർ ബോക്സ് ഓപ്ഷൻസും വരുന്നുണ്ട്. ഒരു മാനുവൽ 5 സ്പീഡ് ട്രാൻസ്മിഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു AMT അഥവാ AGS 5 സ്പീഡ് ട്രാൻസ്മിഷനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 5 സ്പീഡ് മാനുവലാണ്. ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഒരു 5 സ്പീഡ് AMT ആയിരുന്നു. അപ്പം ഇനി ഈ വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇതിലൊരു ഫ്ലൂയിഡ് ക്ലച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ സിലിണ്ടർ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കൂടെയൊക്കെ പണി എളുപ്പം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫ്ലൂയിഡ് ക്ലച്ച് എപ്പോഴും നമുക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വർക്കിംഗ് കാണാൻ സാധിക്കും. ക്ലച്ച് അപ്ലൈ ചെയ്തു, വിട്ടു, ക്ലച്ച് അപ്ലൈ ചെയ്തു, വിട്ടു, ഒന്നുകൂടെ ക്ലച്ച് അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഫ്ലൂയിഡ് ക്ലച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 82 PS പവറും 112 Nm ടോർക്കുമാണ്. അതുപോലെ തന്നെ ഇതിലൊരു CNG വെർഷനും വരുന്നുണ്ട്. CNG വേർഷൻ വരുന്ന സമയത്ത് 70 PS പവറും 102 Nm ടോർക്കുമാണ് ഈ ഒരു മോഡൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇനി ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി പറയാനാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷന് 24.79 മൈലേജും അതുപോലെ തന്നെ AMT വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 25.71 കിലോമീറ്റർ പെർ ലിറ്ററിലുമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ CNG ആണെങ്കിൽ 33.1 കിലോമീറ്റർ പെർ കിലോഗ്രാമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ വരുന്നൊരു 55 ലിറ്റർ കപ്പാസിറ്റിയുള്ള CNG ടാങ്കാണ് വരുന്നത്. 55 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം 8 തൊട്ട് 10 കിലോ വരെ CNG കൊള്ളുന്നതാണ്. അപ്പോൾ ഏകദേശം 10 കിലോ തന്നെ നമുക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 കിലോമീറ്ററൊക്കെ റൗണ്ട് ബോട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ബെസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സെഡാൻ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കും. ഇനി ഡ്രൈവിൻ്റെ കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. നമുക്കൊരു ലോങ് ഡ്രൈവും കൂടെ ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് അറിയാൻ സാധിക്കും, വൈബ്രേഷൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും ക്ലച്ച് അപ്ലൈ ചെയ്തു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. യെസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ AC ഓൺ കണ്ടീഷനാണ്. സൗണ്ട് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു 3 സിലിണ്ടർ വാഹനത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. വൈബ്രേഷൻസ് അങ്ങനെ കാര്യമായിട്ട് പറയാനില്ല, കാരണം ഇപ്പോൾ ഒരു കോൾഡ് കണ്ടീഷനാണ്, വലിയ ഹോട്ടല്ല. എന്നാലും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, പിടിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ സാധിക്കും. എന്നാൽ ചില 3 സിലിണ്ടർ വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വൈബ്രേഷൻസ് കുറച്ച് കുറവാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും വൈബ്രേഷൻസ് ഉണ്ട്, 3 സിലിണ്ടർ ഒരിക്കലും വൈബ്രേഷൻ ഇല്ലാതെ വരത്തില്ല. എന്നാൽ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന എൻജിൻ മൗണ്ടിങ് 1, 2, ബാക്ക് സൈഡിൽ 3 എൻജിൻ മൗണ്ടിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആ 3 എൻജിൻ മൗണ്ടിങ്സ് കാരണം ഈ ഒരു വൈബ്രേഷൻ നമ്മുടെ എൻജിനിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് കംഫോർട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. നെഗറ്റീവ്സ് പറയാനില്ല, പക്ഷേ 3 സിലിണ്ടറിൻ്റെ തന്നെ ഒരു ചെറിയ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഒരു കയറ്റമൊക്കെ കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഫീൽ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഒരു 4 സിലിണ്ടർ സ്വിഫ്റ്റോ ഡിസയറിലോ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവർ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡ്രൈവും കൂടെ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരട്ടെ. ഐറ്റിങ്ങിലാണ് ഇപ്പം AC ഓഫായിട്ട് AC ഓണായി. എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്? ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവ് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് തുടങ്ങാം. വാഹനത്തിൻ്റെ പൊതുവേ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഐഡ്ലിങ്ങിൽ നിന്ന് എടുക്കുന്ന സമയത്തുള്ളൊരു ചെറിയ ജർക്കിങ്. അത് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കയറ്റമാണ്, ഞാനിപ്പോൾ ചെറിയൊരു കയറ്റമാണ്. ഈ ഒരു കയറ്റം ഞാനൊന്ന് നിർത്തി കയറ്റി തരാം, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, വാഹനം ഐഡിൽ ഓഫായിപ്പോയി. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഞാൻ പതുക്കെ ബ്രേക്ക് ക്ലച്ച് ഒന്ന് കാലെടുക്കുകയാണ്. ഓഫായിപ്പോയി, പതുക്കെയാണ് എടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 സിലിണ്ടറിൽ വരുന്ന സമയത്ത് നമ്മൾ 4 സിലിണ്ടറിലൊക്കെ പതുക്കെ ക്ലച്ച് ഇങ്ങനെ പതുക്കെ കാലെടുത്ത് വാഹനം ഫ്രണ്ടിലോട്ട് പോകുന്ന രീതി ഇവിടെ നടക്കില്ല. കുറച്ചൊന്ന് ആക്സിലറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്തെടുത്താൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ക്ലച്ചൊക്കെ വളരെ സ്മൂത്താണ്. സസ്പെൻഷൻ ചെറിയ സ്റ്റിഫാണ്, ഒത്തിരി സ്മൂത്തല്ല, എന്നാൽ ഒരു മിഡിൽ നിൽക്കുന്ന രീതിയാണ്. പവർ ഓക്കെ. ഡ്രൈവ് കംഫർട്ട് നോക്കാനാണെങ്കിൽ ചെറിയൊരു എന്താ പറയുന്നത്, ഇത്രയും ഭാഗം ഈ ഒരു സ്റ്റാൻഡ് അലോൺ പോലെ നിൽക്കുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു കാര്യം കുറച്ചൊരു അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് ആ ഒരു വ്യൂ ചെറിയ രീതിക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള സജഷനാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി ഓവറോൾ ഇത് കാണാനും ബാക്കിയുള്ളതൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് വയർലെസ് ആയതുകൊണ്ട് തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗിയേഴ്സ് ഒന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ടും വലിച്ചങ്ങ് കയറിക്കൊണ്ട് പൊക്കോളും. ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, അതൊരു ഗുണം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് മാനുവലിലും കിട്ടുന്നുണ്ട്, ഏജസിൽ മാത്രമല്ല. ഞാനിപ്പോൾ ഒരു കയറ്റത്തിൽ നിർത്തി ഒന്ന് കാണിച്ചു തരാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്, പലർക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഒരു കയറ്റം കയറി ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ബ്രേക്ക് ചെയ്ത് ഞാൻ കാലെടുത്ത് കഴിഞ്ഞാൽ 1, 2, 3 മൂന്നാമത്തെ ഇതിൽ മാത്രം താഴോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട് ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റ് ചെയ്താണ് കയറുന്നത്. വലിയ
നീളോ വീതിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നമുക്കൊരു സബ് 4 മീറ്ററിൽ തന്നെ നിൽക്കുന്നുള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ്. ഹോൺ ഡ്യുവൽ ഹോണാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. മാരുതിയുടെ തന്നെ ഹോണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാലും സിംഗിൾ ഹോണിനേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡബിൾ ഹോൺ പക്കയാണ്. അപ്പോൾ രണ്ട് സൈഡ് നോക്കി ഞാൻ ഏതായാലും പതുക്കെ ഇറങ്ങുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുള്ളത്, ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് താഴെ പോകും. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. ഇനിയിപ്പോൾ എങ്ങനെയാണ് മര്യാദയ്ക്ക് ഓടിക്കുന്നതെന്ന് പലരും ചോദിക്കുന്ന പോലെ നിങ്ങളും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഗിയേഴ്സ് ഹയറിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. ടോപ്പിലോട്ട് പോവുക. പക്ഷേ ഈ ടോപ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ സ്പീഡും കൂടെ വേണം. ഏകദേശം ഒരു 2500 RPM വരെ മാക്സിമം കൊണ്ടുപോകാവുള്ളൂ. 2000 RPM തന്നെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം ഞാനൊരു 3rd ഗിയറിലാണ് പോകുന്നത്. 4th ഗിയർ ആക്കി. നോർമൽ റോഡാണ്. ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡായി 1500 RPM ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1500 RPM. ഇപ്പോൾ ഈ പോകുന്നൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ കുഴപ്പമില്ല. ഒരല്പം കൂടെ സ്പീഡ് കയറി ഒരു 60 അടുപ്പിച്ചാകുമ്പോഴത്തേക്കും 5th ഗിയർ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഒരു 60ൽ 5th ഗിയറിലാണ് പോകുന്നതെങ്കിൽ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ ചെയ്യണം. ഓവറായിട്ട് വെറുതെ ആക്സിലറേറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പലരും എന്നോട് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്രോബ്ലം. അന്നേരം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ എ ഓഫ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ നടക്കില്ല. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു നെഗറ്റീവ് സൈഡ് കൊണ്ട് പറഞ്ഞുതരാം. ഞാൻ വൺസ് ഈ വാഹനം ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓഫ് ആക്കിയിട്ട ഫീച്ചർ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് ഓൺ പൊസിഷനിൽ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള എപ്പോഴാണെന്ന് വെച്ചാൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം റിട്ടേൺ ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരത്തേക്ക് മാരുതിക്ക് ഇല്ലാതിരുന്ന ഒരു ഫീച്ചറാണ്, ഇപ്പം റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഏതായാലും പവറിൻ്റെ കാര്യത്തിലോ ഒന്നും നമുക്ക് ഒരു രീതിക്കുള്ള പേടിയും വേണ്ട. കാരണം നല്ല പവർ നമുക്ക് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ടോർക്കും കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ കയറ്റമൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാരുതിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ റിലയബിലിറ്റി തന്നെയാണ്. കാരണം നാളെ ഈ വാഹനം നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെയുള്ള പ്രൈസ്, അതായത് വാങ്ങിച്ചതിൻ്റെ അടുത്ത് തന്നെ പ്രൈസ് കിട്ടും. ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ആരും ഈ ഒരു കാര്യത്തിന് മാത്രം കമൻറ്റ് എടുത്തില്ല. കാരണം അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സർവീസ് നെറ്റ്വർക്കാണ്. മാരുതിയുടെ സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ ഇന്ത്യ മാത്രം നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സർവീസ് സെൻറ്ററുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഡിസൈറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മാരുതിയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് സെഡാൻ വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് മാരുതി സുസുക്കി ഡിസയർ. കാരണം നിങ്ങൾ അതിൻ്റെ ഒരു കണക്കൊന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും, ഏറ്റവും ടോപ്പ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് ഡിസയർ തന്നെയാണ് ഈ പറയുന്ന സെഡാൻ സെഗ്മെൻറ്റിൽ. പ്രത്യേകിച്ച് അതിൻ്റെ പ്രൈസ് റേഞ്ചിങ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിങ് ഞാൻ പറഞ്ഞ പോലെ 7,51,000 രൂപയ്ക്ക് 7,50,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡിൽ ഈ ഒരു വാഹനം ഇറങ്ങുന്നതാണ് LXi വേരിയൻറ്റ്.
ഇനി അതിൻ്റെ ഓരോ വേരിയൻസ് മാറുന്നതനുസരിച്ച് പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസും കൂടെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിന് 4 വേരിയൻസ് ആണ് മെയിൻലി നമുക്ക് വരുന്നത്. LXI, VXI, ZXI, ZXI പ്ലസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ VXIക്ക് തൊട്ട് നമുക്ക് AGSും കൂടെ വരുന്നുണ്ട്, ZXIക്കും വരുന്നുണ്ട്, CNGയും ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നിൻ്റെയും പ്രൈസ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇതിൻ്റെ LXI വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് വരുന്നത് 7,50,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടുന്നുണ്ട്. VXI ആണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 8,63,366 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് VXIക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മിനിമം നിങ്ങളൊരു VXI തന്നെ എടുക്കണം. കാരണം അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിൽ തന്നെ വരുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ZXI ആണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ZXI എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള, പ്ലസിലോട്ട് പോകണ്ട, ZXI വരെ മതി, ധാരാളം. ZXI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9,71,587 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടുന്നുണ്ട് ZXI വരുമ്പോൾ. ഇനി ZXI പ്ലസ് വരികയാണെങ്കിൽ 10,62,942 രൂപയ്ക്ക് നിങ്ങൾക്ക് ZXI പ്ലസ് കിട്ടുന്നുണ്ട്. ഇനി ഡിസയർ ടൂർ CNG വരുന്ന ഡിസയർ ടൂർ S CNG വരികയാണെന്നുണ്ടെങ്കിൽ 7,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് കിട്ടുന്നുണ്ട്. ഡിസയർ ടൂർ S ആണ് കിട്ടുന്നത്. അതേ സ്ഥാനത്തിന് ഡിസയർ ടൂർ S CNG വേണമെന്നുണ്ടെങ്കിൽ 8,20,000 രൂപയ്ക്ക് CNG കിട്ടുന്നുണ്ട്. ഇനി AGS എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, VXI AGS എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 9,16,400 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് ZXIയിലെ AGS എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 10,34,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ ഓഫറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇൻഡസ് മോട്ടോഴ്സിന്റെ നമ്പറിൽ വിളിച്ച് നോക്കുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു കുത്തനെ ഒരു കയറ്റം കയറുകയെന്ന് വെച്ചു. ഞാനിപ്പോൾ ഈ ഒരു കുത്തനെ ഒരു കയറ്റം കയറുകയാണ്. ഈ ഒരു കയറ്റം കയറുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതും വളരെ സിമ്പിളായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കീ ഫോബിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മാനുവൽ കീയും കൂടെ വരുന്നുണ്ട്. നമ്മൾ കണ്ട കീ സെൻറ്ററിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും രീതിക്ക് ഈ ഒരു കീ ഫോബിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ, ബാറ്ററി പോകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഇത് ഈ കാണുന്ന എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ മേളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസും ഈ ഒരു കീക്ക് കിട്ടുന്നുണ്ട്. തിരിച്ചതുപോലെ തന്നെ കീ ഇട്ടോണം, അല്ലെങ്കിൽ കീ കളഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങേണ്ടി വരും. ഓക്കെ, ഓവറോൾ ആരൊക്കെ ഈ വാഹനം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കൂടുതൽ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കാനാണെങ്കിൽ കൂടുതൽ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് ഈ ഒരു ഡിസൈറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്കെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വിത്ത് കമ്പാരിസൺ 4 സിലിണ്ടറിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അതും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഒരു 4 സിലിണ്ടറും 3 സിലിണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളൊരു കാര്യം കൂടെ. ഇനി ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.